ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ ഈ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ ഒരു ചെറിയൊരു കഥ പറയണം. അപ്പോൾ നീ എന്താ ഈ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് വന്നിട്ട് കഥ പറയുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥയ്ക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ആ കഥയൊന്ന് തുടങ്ങാം. അതായത് ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണ്, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര ചെറുതല്ല, ഒരു മിഡിലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവന്റെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചില വിഷയങ്ങളിൽ തോറ്റുപോകും. അതായത് പഠിക്കാതെ തോറ്റുപോകുന്നതാണ്, അധികം എഫേർട്സ് ഇടാൻ എടുക്കാതെ ഉഴപ്പി തോറ്റുപോകുന്നതാണ്. അപ്പൊ തോറ്റുപോയതിന് ശേഷം അവനൊരു കുറ്റബോധം വരും, അയ്യോ തോറ്റുപോയല്ലോ എന്നൊരു തോന്നൽ വരും, ഒരു വിഷമമുണ്ട്. അത് മാത്രമല്ല, ആ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവനൊരു ഇടുപ്പാണ്, അയ്യോ പൊട്ടുമെന്നറിയാം, അതിന്റെ ഒരു വിഷമമുണ്ട് ആ ഒരു കുട്ടിക്ക്. അപ്പോ അങ്ങനെ പോകെ ഒരു വിഷയത്തിൽ ആ ഒരു കുട്ടി ഒരു വിഷയത്തിൽ മാത്രമല്ല തോക്കുന്നത്, ചിലപ്പോൾ 1, 2 വിഷയത്തിലും 3 വിഷയങ്ങളിലൊക്കെ തോക്കാറുണ്ട്. അതും റെക്കോർഡ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് തോക്കാറുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ അവൻ തോറ്റു, സാധാരണമായിട്ടും തോക്കുന്ന പോലെ തന്നെ തോറ്റു. അപ്പോൾ അതിന്റെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അതിന്റെ ഒരു ടീച്ചർ ആ ഒരു കുട്ടിയുടെ അടുത്ത് പറയാണ്, എപ്പോഴത്തെയും പോലെ തന്നെ നല്ല റെക്കോർഡ് മാർക്കിലാണ് ഇത്തവണയും വന്നിരിക്കുന്നത്, എത്രയാണെന്ന് അറിയേണ്ടതെന്ന്. അതായത് ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഈ ഒരു കുട്ടിയെ എണീപ്പിച്ച് നിർത്തിയിട്ട് പേപ്പർ കൊടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടീച്ചറിന്റെ പ്രസംഗമാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ അതിനുശേഷം റെക്കോർഡ് മാർക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ കഥ അവിടെ ഇരിക്കട്ടെ. ആ കഥയുടെ അവസാനം അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ബാക്കി നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. അപ്പോ പറഞ്ഞു വരുന്നത്, ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ഇതിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. നമ്മുടെ ഒരു സാധാരണമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഇത് ചെയ്യണമെന്ന്. അതായത് വിഷമങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്, എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരൊറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ സങ്കടങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സങ്കടമുണ്ട്, എന്തെങ്കിലും ഒരു രീതിയിൽ സങ്കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിഷമം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യാമോ? അതായത് ആ വിഷയം എന്താണെന്നുള്ളത് വലുതായിട്ടൊന്നും ഒന്നും വേണ്ട, ജസ്റ്റ് എനിക്കും വിഷമമുണ്ട്, എന്റെ ലൈഫിൽ വിഷമമുണ്ട്, ഞാൻ ഫുള്ളി ഹാപ്പി അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിഷമമുണ്ട് എന്ന് മാത്രമെങ്കിലും ഒന്നിടാമോ? അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഈ ഒരു പ്രായത്തിൽ, അതായത് എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആളുകളെ കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും ചില ആളുകളുടെ ലൈഫ് കാണുമ്പോഴേക്കും വാവ് എന്ത് അടിപൊളിയാണ് അവരുടെ ലൈഫ്, അതുപോലൊരു ലൈഫ് എനിക്ക് എന്താ കിട്ടാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞാൻ ലൈഫിൽ പോകുമ്പോഴേക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആളുകളെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്, അങ്ങനെ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ പുറമേ നിന്ന് അവരുടെ ലൈഫ് അടിപൊളിയാണ്, ഒരു അടിപൊളി ലൈഫാണ്. പക്ഷെ അവരുമായിട്ട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കും ഇത്രയും പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു, അയ്യോ ഇത്രയും വിഷമങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരു സൈഡിൽ അയാൾക്കുണ്ട്, പക്ഷെ മറുഭാഗത്ത് ഇത്രയും വിഷമിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും സങ്കടങ്ങൾ ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. ഇത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ആരെ എടുത്ത് നോക്കിയാലും, ഞാനിപ്പോ ഒരു കഥ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ആ കഥകളിലോട്ട് നമുക്ക് വരാം, അതിലൊരു ഭാഗം നമുക്കൊന്ന് എടുക്കാം. അപ്പൊ ആ ഒരു കുട്ടിക്കുള്ള വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റുപോയി. അപ്പൊ അവന് തോറ്റതിനേക്കാളും, കാരണം അവൻ പഠിക്കാതെയാണല്ലോ തോറ്റത്, അപ്പൊ തോറ്റതിനേക്കാളും അവന്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ മുന്നിലൊക്കെ അവൻ നാണം കെടുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനൊരു മോശം ഒരു കുട്ടി എന്നുള്ളൊരു ഇമേജ് അല്ലേ അവൻ അവിടെ വരുന്നത്. ആ ഒരു വിഷമം എന്തായാലും ആ ഒരു കുട്ടിയുടെ മനസ്സിൽ കാണും. അതിനുശേഷം ഇനിയിപ്പോ നമ്മൾ വിചാരിക്കാം, പിള്ളേർക്ക് പിള്ളേരുടേതായിട്ടുള്ള വിഷമം. ഇനിയിപ്പോ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എടുക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും, അവനെ പോലെ ആയിരുന്നെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന മാർക്കുണ്ട്, അവന്റെ ജീവിതം സുഖം. അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരുന്നത്, അവനെ ചിലപ്പോ പാരന്റ്സ് നന്നായിട്ട് പഠിക്കുന്നു പറഞ്ഞിട്ട് പല ട്യൂഷനിലും വിട്ട് ഉറക്കവും ഇല്ലാതെ അടിച്ചുമൊക്കെ പഠിപ്പിക്കുന്നവർ വേറൊരു ഭാഗത്ത്. അപ്പൊ അവന് മാർക്കുണ്ട്, പക്ഷെ അവന്റെ മനസ്സിൽ അതൊരു വിഷമമാണ്. എന്താണ്, ഞാൻ ഇങ്ങനെ, അയ്യോ എന്താ ഇത്, എന്റെ പാരന്റ്സ് എന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വിഷമങ്ങൾ അവർക്ക്. അത് കഴിഞ്ഞിനിപ്പോ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വിഷമവും മാറും, നമ്മൾ സൂപ്പർ ഹാപ്പി ആവുന്നു. അപ്പോൾ വരുന്ന അടുത്ത പ്രശ്നം, കാശ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ വിഷമങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ അപ്പോഴും വരുന്ന വേറെ പ്രശ്നം, കാശ് ഇഷ്ടം പോലെ ഉള്ളവനാണെങ്കിൽ ഫാമിലിയിൽ പ്രശ്നം, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതിൽ പ്രശ്നം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നം, അതുകൊണ്ടുള്ള വിഷമങ്ങൾ അത് വേറെ. ചുരുക്കി പറഞ്ഞാല് ഞാൻ കേട്ടൊരു കാര്യമാണ്, വിഷമങ്ങളില്ലാത്ത ആളുകളില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ആ ഒരു ഇത്, വിഷമങ്ങളില്ലാത്ത ആളുകളില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് ഗോപു എന്നും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ തെറ്റ് ചെയ്യാത്ത മനുഷ്യരും ഇല്ല, അതുപോലെ തന്നെ വിഷമങ്ങൾ ഇല്ലാത്ത ആളുകളും ഇല്ല.
അപ്പൊ ലൈഫിൽ ഏത് സ്റ്റേജിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് വളരെ സാധാരണമാണ് എന്ന് മനസ്സിലാക്കിയത് വളരെ കഴിഞ്ഞാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോഴാണത് മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിത് എത്തുകയും ചെയ്തു. ഇനി നമ്മുടെ കഥയിലോട്ട് വരാം. അപ്പോൾ ആ ഒരു പയ്യന്റെ അടുത്ത് ആ ഒരു ടീച്ചർ പറയുന്നുണ്ട്, റെക്കോർഡ് മാർക്കാണ്, വളരെ റെക്കോർഡ് മാർക്കാണ്, എത്ര 100ൽ 3ഓ 2ഓ മാർക്ക് എന്താണ്. അതിനാണ് ഈ ഒരു ടീച്ചർ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്. ചെറിയ കുട്ടിയല്ലേ ഇങ്ങനെ പറയാണ്. ഓക്കെ, എല്ലാരും കേൾക്കാണ്. ചിലര് ചിരിക്കുന്നു, ചിലര് ഇങ്ങനെ വെച്ച് ചിരിക്കുന്നു, പറയുന്ന എന്തൊക്കെയൊക്കെ പറയുന്നു. ഈ കുട്ടി ഇങ്ങനെ എന്നിട്ട് ഇത് പേപ്പർ തരുന്നുമില്ല, എന്നെ നാണം കെടുത്തുകയും ചെയ്യുന്നു ഉള്ള ഒരു ചിന്തയും അവന് വിഷമോ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് വിഷമമാവുന്നു. അതിനുശേഷം ഇത് കൊടുത്തതിന് ശേഷം ടീച്ചർ പറയുന്നുണ്ട്, ഈ പോക്ക് പോവുകയാണെങ്കിൽ 10ാം ക്ലാസ് വരെയെങ്കിലും എത്തുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കുട്ടി 10ാം ക്ലാസ് വരെ എത്തി കാണുമോ അല്ലെങ്കിൽ തോറ്റുപോയി കാണും അല്ലേ? അപ്പോൾ അവിടെ വരുന്ന വേറൊരു ടെസ്റ്റ്. ആ ഒരു കുട്ടിയുടെ പാരന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തോറ്റു പോകുമ്പോഴേക്കും ആ കുട്ടിയുടെ പാരന്റ്സ് പറയുന്നത് സാരമില്ല, തോറ്റുപോയി കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കാം അല്ലെങ്കിൽ അടുത്ത എക്സാമിന് മാർക്ക് വാങ്ങാം, സാരമില്ല. ഓരോ തവണയും വരുമ്പോഴേക്കും ആ ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയും പറയുന്നത് സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ശരിയാക്കാം, അല്ലാതെ നിർബന്ധിച്ച് ട്യൂഷന് വിടുകയോ നീ പഠിക്കുക, അവിടെ പോയി പഠിക്കുക, ഇവിടെ ചെന്ന് പഠിക്കുക, നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിട്ടേക്കാം എന്ന് പറയുന്നു. എന്തായാലും പൊട്ടി കാണും, 10ാം ക്ലാസ് ഒക്കെ 8 നില പൊട്ടി കാണും. പക്ഷേ ആ ഒരു കുട്ടി 10ാം ക്ലാസ് ഒക്കെ സുഖമായിട്ട് പാസ്സായി, ഒരു പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് പാസ്സായി. ആ ഒരു കുട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഈ ബ്ലിസ്ഫുൾ മലയാളി അഥവാ ശ്രീഹരി. അപ്പൊ ഇത് പറയുമ്പോഴേക്കും ഞാനിപ്പോ എന്തോ വലിയ സംഭവമായി അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ ആളായി എന്നൊന്നും അല്ല. ഇപ്പോഴും ഒരുപാട് വിഷമങ്ങളുണ്ട്, കാശിനാവശ്യമുണ്ട്, ഒരുപാട് വേറെ നമ്മൾ ഈ കാണുന്ന ഒരു ഫേസ് ഉണ്ട്. ഈ ഒരു ഫേസ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കരുത് ഓ അവന്റെ ലൈഫ് അടിപൊളിയാണ്. കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ട് അവൻ അടിപൊളിയാണ്, സൂപ്പറായിട്ട് ജീവിക്കുന്നു, സെറ്റാണ്, അവന്റെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിരുന്നു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടാണ്. പലരുടെയും ഫേസ് പുറത്തു നിന്നുള്ള ഇത് കാര്യങ്ങൾ കണ്ടിട്ട് അവരുടെ ലൈഫ് ഞങ്ങൾക്ക് വേണേ എന്ന് വിചാരിക്കുകയും ചെയ്തത്. പലർക്കും പല പല പ്രശ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളുമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോ പിന്നെ വേറൊരു കാര്യം, ഈ എല്ലാം വലുതായ ആളുകൾക്ക് ഇങ്ങനെ പറയാവോ എന്നൊന്നും ഇല്ലല്ലോ, അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ, നമുക്ക് പറയാലോ. ജസ്റ്റ് അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഒരു ചാനൽ ചെറിയ ചാനലാണ്, പക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്ന കുറച്ചധികം ആളുകളുണ്ട്. എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യുന്ന കാണുന്ന ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അത് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? കാരണം പല സമയത്തും വിഷമിച്ച് അയ്യോ ഇതെന്താ ഇങ്ങനെ, പല കാരണങ്ങളും കൊണ്ട് വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതുപോലെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്തെങ്കിലും ആ ഒരു വിഷമം ഒന്ന് മാറി കുറച്ചൊന്ന് അങ്ങനെ ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് വന്നിരുന്നേനെ. പക്ഷെ ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്നാൽ ഞാൻ തന്നെ അങ്ങ് ചെയ്തിട്ടേക്കാം. ഉപകാരപ്പെടുന്നവർക്കാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അത് മാത്രമല്ല, ഭാവിയിൽ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇരുന്ന് കാണുകയും ചെയ്യാമല്ലോ ഞാൻ ഈ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ. അത്രയൊക്കെ ഉള്ളൂ. ഇറ്റ്സ് മീ ശ്രീഹരി, സൈനിങ് ഓഫ്.